പാചകവാതക വിതരണത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങി കേന്ദ്രം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള LPG ഇറക്കുമതി തടസ്സപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണമായി കേന്ദ്രം പറയുന്നത്. മെയ് 1-ാം തീയതി മുതൽ സിലിണ്ടർ വിലയിൽ പുതിയ വർധനവ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. നഗരപ്രദേശങ്ങളിൽ 2 സിലിണ്ടറുകൾക്കിടയിൽ 25 ദിവസവും ഗ്രാമീണ മേഖലകളിൽ 45 ദിവസവും നിർബന്ധിത ഇടവേള പാലിക്കേണ്ടി വരുമെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 20,000-ഓളം ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോസ്റ്റൽ വോട്ട് സംബന്ധിച്ച കേസ് പരിഗണിക്കവെയാണ് കമ്മീഷന്റെ നിലപാട് നിർഭാഗ്യകരമാണെന്ന് കോടതി നിരീക്ഷിച്ചത്. കമ്മീഷനു വേണ്ടി സേവനം ചെയ്ത ജീവനക്കാർക്ക് തന്നെ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടത് ഗൗരവതരമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകേണ്ടത് കമ്മീഷന്റെ ചുമതലയാണെന്നും കോടതി വ്യക്തമാക്കി. പ്രതിസന്ധികൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്നു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി പ്രതിദിന ഉപഭോഗം 118.26 ദശലക്ഷം യൂണിറ്റ് എന്ന നാഴികക്കല്ല് പിന്നിട്ടു. ഈ മാസം 18-ന് രേഖപ്പെടുത്തിയ 117.15 ദശലക്ഷം യൂണിറ്റ് എന്ന റെക്കോർഡാണ് കഴിഞ്ഞ ദിവസം തിരുത്തപ്പെട്ടത്. ആഭ്യന്തര ഉൽപാദനം പരമാവധി ഉയർത്തിയിട്ടും ആവശ്യം നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ മാത്രം 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങിയത്. ഇതും ഒരു റെക്കോർഡ് കണക്കാണ്. KPCC അധ്യക്ഷനും രാഹുൽ ഗാന്ധിയും നേരിട്ട് വിലക്കിയിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ തുടരുന്നതിൽ AICC നേതൃത്വം കടുത്ത അതൃപ്തിയിൽ. അനാവശ്യമായ ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ നേതാക്കൾ മറുപടി പറയേണ്ടി വരുമെന്ന് ഹൈക്കമാൻഡ് കർശന മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് നിർദ്ദേശിച്ചിരുന്നു. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമം തടയുന്നതിനുള്ള പ്രത്യേക നിയമമായ പോഷ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന പരാതികൾക്കുമേലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് പരാതിയുടെ പകർപ്പ് പ്രതിക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ 2 ജീവനക്കാർക്കെതിരെ പോഷ് ആക്ട് പ്രകാരം സ്വീകരിച്ച നടപടികൾ റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഈ വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രിമാരായ നഫ്താലി ബെനറ്റും യയർ ലാപ്പിഡും ചേർന്ന സഖ്യം രൂപീകരിച്ചു. ഒക്ടോബർ അവസാനത്തോടെ നടക്കേണ്ട തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയെ ശക്തിപ്പെടുത്തുന്നതിനും വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനുമായി വലതുപക്ഷക്കാരനായ ബെനറ്റും മധ്യപക്ഷക്കാരനായ ലാപ്പിഡും പാർട്ടികളായ ബെനറ്റ് 2026, യേഷ് അതിത് എന്നിവ ലയിപ്പിച്ച് ടുഗദർ ലെഡ് ബൈ ബെനറ്റ് എന്ന മുന്നണിക്ക് രൂപം നൽകി. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 15-ന് പ്രഖ്യാപിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മെയ് 22-നും +1 പരീക്ഷാഫലം ജൂൺ 10-നും പ്രസിദ്ധീകരിക്കും. പരീക്ഷാഫലം വന്നാലുടൻ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി പോലീസ് പിടിയിൽ. സജി സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിരുന്നു. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പച്ചടി, പൊന്നുട്ടയിൽ മേരിക്കുട്ടി, റെജി എന്നിവരെ ഈ മാസം 2 മുതൽ കാണാതായിരുന്നു. വീട്ടുവളപ്പിൽ നിന്നും കണ്ടെടുത്തത് ഇവരുടെ മൃതദേഹങ്ങളാണെന്നാണ് സംശയിക്കുന്നത്. സംസ്ഥാനത്ത് പാമ്പുകടി തടയുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി വിപുലമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിൽ സംസ്ഥാനത്തെ 136 സർക്കാർ ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാക്കിയിട്ടുണ്ട്. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിനായി ആരോഗ്യവകുപ്പും വനം വകുപ്പും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
പശ്ചിമ ബംഗാൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് നിശബ്ദ പ്രചാരണം. ആഴ്ചകൾ നീണ്ട ആവേശകരമായ പരസ്യ പ്രചാരണത്തിന് വിരാമമിട്ട് മുന്നണികൾ ഇന്ന് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കും. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കനത്ത സുരക്ഷയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. 142 മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.